ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ ഫുട്ബോൾ കളിക്കുവാണ്. കുറച്ച് ദിവസമായി ഈ ഫുട്ബോളൊക്കെ കളിച്ചിട്ട്. അപ്പോൾ കളി ഇപ്പം തന്നെ സ്റ്റാർട്ടാവും ഗൈസ്. ഇനി വെയിറ്റ് ചെയ്യണം വരട്ടെ. ലോങ് വീഡിയോ എടുക്കാന്ന് വെച്ചെടുത്താണ് ഗൈസ്. നോക്കാം ലോങ് വീഡിയോ ആവുമോ നമുക്ക് നോക്കാം ഗൈസ്. പറ്റേ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്തപ്പോൾ നമ്മളൊരു മാച്ച് കളിച്ചായിരുന്നു. ആ മാച്ച് പാപ്പച്ചി ഒന്ന് മൊബൈൽ മേടിച്ചു കൊടുത്തു. അപ്പം പോയി ആ മാച്ച് പോയതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. എൻ്റെ അക്കൗണ്ട് എന്ന് കാണിച്ചാൽ ചെറിയ അക്കൗണ്ടാണ്. ഇതാണ് നമ്മുടെ അക്കൗണ്ട്. ഇവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇത്ര ആൾക്കാർ നമ്മുടെ ഉണ്ട്. ഓൾറെഡി ഇത്ര ആൾക്കാരുണ്ട്. ഇനി അറിയേണ്ട കയ്യേണ്ടിയതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ പോയാൽ നമുക്ക് ഇവിടെ ബാറ്റിസ്റ്റൂട്ട് ഉണ്ട്, മുഹമ്മദ് സല ഉണ്ട്, പിന്നെ ഉസ്മാൻ ഡെമ്പലെ, പിന്നെ വിനീസസ് ഉണ്ട്, പിന്നെ റൂബൻ നേവ്സ്. ഇത് ബിഗ് ടൈം റൂബൻ നേവ്സ് ഉണ്ട് ബിഗ് ടൈം. പിന്നെ അങ്ങനെ കുറച്ച് പേരുണ്ട്. പിന്നെ MSNലെ നെയ്മർ ഉണ്ട് ബ്ലാക്ക്. പിന്നെ ഇത് ടോണി ആദംസ്. പിന്നെ ഇതാരാ ഇവൻ്റെ പേര് വായിക്കാൻ പറ്റുള്ളൂ ഗൈസ്. ഹക്കീമി ഉണ്ട് ഗൈസ്. പിന്നെ ബല്ലട്ടി ഉണ്ട്. പിന്നെ ആരാ ഇവൻ്റെ പേര് ഞാൻ പേനിക്കാണ് ഗൈസ്. ചുമേനി. പിന്നെ ഇവന് ഇനിയസ്റ്റ ഇവനുണ്ട്. പിന്നെ ജൂഡ് ബെല്ലിംഗും ഉണ്ട് ഗൈസ്. പിന്നെ MSNലെ നെയ്മർ ഉണ്ട് ഗൈസ്. പിന്നെ ഡേവിഡ് വില്ല ഉണ്ട്. പിന്നെ ഇവനുണ്ട് ലെമിൻ യമാലുണ്ട്. ഇതാണ് ഡേവിഡ് വില്ല ഗൈസ്. ഇത്രയും ഇതുണ്ട്. പിന്നെ അതിങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ട് ഗൈസ്. പിന്നെ ആനിമേഷൻ മെസ്സി ഉണ്ട് കേട്ടോ ഗൈസ്. ആനിമേഷൻ മെസ്സി ഉണ്ട് ഗൈസ്. അത്രയ്ക്ക് ഇതൊന്നുമില്ല ഗൈസ്. ആനിമേഷൻ നെയ്മറാണിത്. ആനിമേഷൻ മെസ്സിനെ കാണിച്ചത്. ആനിമേഷൻ മെസ്സി ഇവിടെ ഇതാണ് ആനിമേഷൻ മെസ്സി ഗൈസ്. നല്ല രസമാണ്. പുള്ളി കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം കളിക്കണ്ട് ഗൈസ്. നല്ല രസമുണ്ട്. നമുക്കിപ്പോൾ ഒരു മാച്ച് പോയാലോ ഗൈസ്? ഇത് വേണോ? ഇത് വേണ്ട ഗൈസ്. ഇതും വേണ്ട. ഇത് വേണ്ട. ചുമ്മാ ഒക്കെ വെക്കുന്നത്. ഇത് വേണ്ട ഗൈസ്. ഇത് വേണ്ട. ഇത് രസമില്ല. അപ്പോൾ നമുക്ക് ഇത് നോക്കാം ഗൈസ്. ഇത് വേണമെങ്കിൽ കളിക്കാം. ഇത് മതി ഗൈസ്. ഇത് മതി. നല്ല കളി. അപ്പോൾ നമുക്ക് കളിയിലോട്ട് നേരെ പോവാം. നോക്കട്ടെ. ഇതാണ് ഗൈസ് ഇവിടെ മാച്ച് സ്റ്റാർട്ടായിട്ടുണ്ട് ഗൈസ്. ഇവിടെ വലിയ പായുണ്ട്. ഓടിക്കോട്. ടോണി ആദംസ് ബെല്ലട്ടിക്ക് ഇട്ടു ഗൈസ്. ബെല്ലട്ടി നമ്മുടെ ത്രോയാണോ? നീരാട്ടെ ഗൈസ്. നമ്മുടെ ലെമിന്യമാരെടുത്തു. ഇവിടെ വില്ലോട് നെയ്മർ പായുണ്ട്. കിട്ടി. ബെല്ലട്ടി, ജൂഡ് ബെല്ലിംഗ് നേരെ ഡേവിഡ് വില്ല കൊടക്ക്. അവിടുന്ന് നടക്കല്ലേ അവിടുന്ന് കൊടക്കല്ലേന്ന്. അവിടുന്ന് ഒരു അസിസ്റ്റ് കിട്ടിയാന്ന് ഞാൻ കയറ്റായിരുന്നു ഗൈസ്. പക്ഷെ അവിടെ നിന്ന് അറിയാണ്ട് ഷൂട്ടേക്ക് ക്രോസ് ബാറി തട്ടി. സെക്കൻഡ് ഹാഫത്തെ അടി ഏറ്റവും മണ്ടത്തരായി പോയി ഗൈസ്. അങ്ങനെ അടിക്കണ്ടായിരുന്നു. ഒരു അസിസ്റ്റ് ഇട്ട് കൊടുക്കുമായിരുന്നെങ്കിൽ ആ ഗോള് കയറിയാണ്. അസിസ്റ്റ് ഇടാന്നുണ്ട് കുത്തോ. ഓടില്ല പിന്നെ മാല
ആ ജൂഡ് ബെല്ലിംഗം പായുണ്ട്, ബെല്ലിംഗം കൊണ്ട് ഒരു ക്രോസ് പോകാം ഗൈസ്. ക്രോസ് ആവുക എൻ്റെ പൊന്ന് ഗൈസ്. നമ്മൾ ക്രോസ് ഇട്ടുകൊടുത്തത് മുമ്പിൽ ലെമിന്യമാര് പാസ് പോലെ ഇട്ടുകൊടുത്തു ഗൈസ്. എന്ത് വിദ്യയാണ്. ഓട് 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 ഓട്. ഇവരൊക്കെ എവിടെ പോയി കിടക്കും? കയറിയല്ല. ഭാഗ്യ ഗൈസ്. ഇതൊക്കെ എവിടെ പോയി കിടക്കും? ദേഷ്യവും എൻ്റെ മനുഷ്യന്. ജൂഡ് ബെല്ലിംഗം അടവില്ല. ഒരു ക്രോസ് കൊണ്ട് ബെല്ലിംഗൊന്നും അടിക്കുള്ള ഗൈസ്. കൊണ്ടക്കുന്ന സമയത്ത് അടിക്കാൻ പറഞ്ഞാൽ അടിക്കൂല. കൊണ്ട് ഓട് 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 ഓട്. ഹക്കീമി ഓട്. കിട്ടി. ചൊമേനി നേരെ നെയ്മർ ജൂനിയർ കിട്ടും ഗൈസ്. അതെന്താ അവർക്കാണ് പാസ് ഇട്ടത്, അതോ നമ്മുടെ ടീമിൽ നമ്മളാണോ? ജൂഡ് ബെല്ലിംഗം ഡേവിഡ് കയറി ഗൈസ്. എന്താ ഇനി കൊടുക്കല്ലേ. ഭാഗ്യം ഗൈസ്. കൊടു. ഇതെന്താ ചാൻസൊക്കെ പോവാണ് ഗൈസ്. ഭയങ്കര ചാൻസൊക്കെ ചുമ്മാ പോവാണ്. ഒന്നും കൂടി നോക്കാം, ചാൻസ് കിട്ടുമായിരിക്കും ഗൈസ്. കൊടുത്തു ചൊമേനി. അവർ കയറ്റി വിടല്ലേ കേട്ടോ, കയറ്റി വിടല്ലേ. അവർ കയറ്റും ഗൈസ്. കയറ്റി. കയറ്റിയോ? ഇല്ല. ഭാഗ്യം ഗൈസ്, നമുക്ക് പാസിൻ്റെ ഒന്നും. കയറി. അപ്പം നമ്മുടെ ഇവൻ പായണ്ട, നമ്മുടെ ഡേവിഡ് വില്ല പായണ്ട. വില്ല. ഇത് ചാൻസാണ് ഗൈസ്. ഗോള് റേറ്റുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ഗോള് ഡേവിഡ് വില്ല അടിച്ചിട്ടുണ്ട്. ഇതെനിക്ക് കാണണം ഗൈസ്. അമ്മമാർക്ക് പൊട്ടം കളിപ്പിച്ച് നമ്മൾ അടിച്ചതും അമ്മമാരൊക്കെ ഇതായി. അപ്പോൾ നമ്മൾ അവസാനത്തെ ഒരു ഗോൾ നമ്മുടെ ഡേവിഡ് വില്ല അടിച്ചപ്പോൾ അമ്മമാർ അണ്ണാട്ടിലോട്ട് നമ്മൾ കുത്തി കയറ്റി ഗൈസ്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഹാഫിൽ നമ്മൾ ഇവനെ ഇറക്കും ഗൈസ്. ഗബ്രിയേൽ ബാറ്റിസ്റ്റൂട്ടനെ ഇറക്കും. അത് പറഞ്ഞ വാക്കാണ് ഗൈസ്. ഞാൻ ഇറക്കിയിരിക്കും. അഷ്റഫ് ഹക്കീമി പായണ്ട്. ഗോളി. കയറിടാ. എൻ്റെ പൊന്നു ഗൈസ്, ഫ്രീ ഗോളി പോസ്റ്റിൽ കയറ്റിയ അമ്മമാര്. എൻ്റെ പൊന്നു ഗോളി എന്തിനാണ് അങ്ങോട്ട് വന്നതെന്ന് എനിക്കിതുവരെ മനസ്സിലായില്ല ഗൈസ്. അതുകൊണ്ട് ജൂഡ് ബെല്ലിംഗം നേരെ നെയ്മർ ജൂനിയർ. ഡേവിഡ് വില്ല, ജൂഡ് ബെല്ലിംഗം. ഗൈസ്, അമ്മരൊക്കെ കട്ടക്കുത്തി കളി. ബെല്ലിംഗം. കോട്. പായ. ഇതെന്ത് ഗൈസ്? 1-1 കളി പോയിക്കൊണ്ടിരിക്കുകയാണ്. ബെല്ലടി നേരെ ലെമിന്യമാലിൻ്റെ ഒരു ക്രോസ്. അത് നേരെ നെയ്മർ ജൂനിയർ. എൻ്റെ പൊന്നെ. ഹാഫ് ടൈം ആയോ ഗൈസ്? അല്ല ഇത് ഓഫ് സൈഡാണ്. ഞാൻ വിചാരിച്ചത് മറ്റേ ഇതടിച്ചപ്പോൾ ഞാനത് ഓഫ് സൈഡല്ല അതായിരുന്നു, ഹാഫ് ടൈമാണ്. പക്ഷെ ഓഫ് സൈഡാണ് ഗൈസ്. കുഴപ്പമില്ല. എന്താ ഓഫ് സൈഡൊക്കെ നമുക്ക് എന്തിനു വേണം ഗൈസ്. ഡേവിഡ് വില്ലയ്ക്കോട്. ഓട്. എൻ്റെ പൊന്ന് ഗൈസ്, ഹാഫ് ടൈം ആയി. ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ ഗബ്രിയേൽ ബാറ്റിസ്റ്റൂട്ടനെ ഇറക്കും ഗൈസ്. നോക്കിയോ? അപ്പം നമുക്ക് നേരെ പോയി ഗബ്രിയേൽ ബാറ്റിസ്റ്റൂട്ട, പിന്നെ മുഹമ്മദ് സല, പിന്നെ മോഡ്രിച്ചിനെ ഇറക്കിയാലോ? മോഡ്രിച്ച്. പിന്നെ ആരാ ഇറക്കണ്ടേ? വിനീസിയസിനെ ഇറക്കാം. നെയ്മർ ജൂനിയർ മറ്റേ അമ്മനെ നോക്കട്ടെ. ലുട്ടറും മാർട്ടിനസൊക്കെ ഉണ്ടല്ലോ ഗൈസ്. നല്ല കൊണ്ടാണ് അങ്ങനത്തെ അല്ല ഗൈസ്, ഞാൻ ഉദ്ദേശിച്ച അതല്ലാണ്ട്. പിന്നെ നമുക്ക് റൂബൻ ന്യൂസിനെ ഇറക്കാം. അത്ര ആൾക്കാർ മതി ഗൈസ്. ഇനി കേറിക്കോളും. പേസൊക്കെ ടയേർഡായിരിക്കും. അപ്പോൾ കേറിക്കോളും. അപ്പോൾ ഇതായിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് അതിനുണ്ട്. അപ്പോൾ നമുക്കൊന്ന് പോവാം. ബെല്ലടി നേരെ ബാറ്റിസ്റ്റൂട്ട നേരെ ബാറ്റിസ്റ്റൂട്ടേക്ക് അങ്ങനെ എടുക്കണ്ട. അത് ബാറ്റിസ്റ്റൂട്ടേനെ കൊണ്ട് അടിക്കാന്ന്. എന്താണ് ഫുള്ളും അങ്ങനെ ഒരു ക്രോസൊക്കെ കിട്ടുകയാണെങ്കിൽ അങ്ങനെ കയറ്റായിരുന്നു. മോഡ്രിച്ചിൻ്റെ ഒരു ഉള്ളിലോട്ടൊരു ഇത്. ഓർമ്മ ബാറ്റിസ്റ്റൂട്ട കയറ്റി. അത്രേ ഉള്ളൂ. ബാറ്റിസ്റ്റൂട്ട ഞാൻ പറഞ്ഞു ബാറ്റിസ്റ്റൂട്ടനെ ഇറക്കി. ഇതും എനിക്ക് കാണണം. അമ്മമാർക്ക് ഞാൻ അണ്ണാക്കി പൊതിഞ്ഞു കൊടുത്തു. ഇതും എനിക്ക് കാണണം. അമ്മമാർ കളിപ്പിച്ച് കയറ്റി. അപ്പം ഞാനും കളിപ്പിച്ച് കയറ്റി.
പക്ഷെ എന്നാലും ആ ഗോളി പോസ്റ്റിലില്ലായിരുന്നു. പോസ്റ്റിൽ ഉണ്ടായിരുന്നെങ്കിൽ ആ ഗോൾ കയറില്ല. ആ ഗോളി അങ്ങോട്ട് കയറി പോയി. ബ്ലാക്കായിരുന്നു നമ്മുടെ ഗോളി. കൊടുക്കല്ലേ എടാ ബാറ്റിസ്റ്റൂട്ട കൊടുത്ത് എന്തിനാന്ന് എനിക്കിതുവരെ മനസ്സിലായില്ല. ബല്ലട്ടി ടോണി ആദംസ് അവര് കേട്ടാ ബാറ്റിസ്റ്റൂട്ടാ കയറ് അടി കയറി അടി. ഇതെന്താടാ എൻ്റെ പൊന്ന് കൊടു ബാറ്റിസ്റ്റൂട്ടാ കയറി. അസിസ്റ്റ് മുഹമ്മദ് സല. ഞാൻ അവിടെ നിന്ന് മറ്റേ ബാറ്റിസ്റ്റൂട്ടേനെ കൊണ്ടടിക്കാനൊന്നും അറിയാണ്ട് എന്നൊന്നും ഇതായിപ്പോയി. എന്തായിരുന്നു അസിസ്റ്റ് ആയിപ്പോയി. പിന്നെ ത്രോ നീക്കി അസിസ്റ്റായി. പക്ഷെ കുഴപ്പമില്ല ഗൈസ്, ഗോൾ കയറിയിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് അടിച്ചാൽ എനിക്ക് ബാറ്റിസ്റ്റൂട്ടയുടെ ഗോളായില്ലെങ്കിലോ. പക്ഷെ ഒരു അസിസ്റ്റ് കിട്ടിയില്ല ഗൈസ്. അസിസ്റ്റ് നമ്മൾ ഗോൾ കിട്ടി. അസിസ്റ്റ് ബാറ്റിസ്റ്റൂട്ടാണ് അസിസ്റ്റ് ഇട്ടത്. അപ്പം നല്ല കളിയായിരുന്നു ഗൈസ്. നല്ല ഗോള് 3-1 ഗൈസ്. ഇതിനെ കാണാമെന്ന് വിചാരിച്ചില്ല. സംസാരിച്ചപ്പോൾ അത് സ്കിപ്പ് ചെയ്യാൻ മറന്നു ഗൈസ്. കുഴപ്പമില്ല, നമുക്ക് എല്ലാം കാണാം. വിനീഷ്യസ് ജൂനിയർ ഓടോ കിട്ടും. റൂബൻ നേവ്സ് നേരെ റൂബൻ നേവ്സ് റൂബൻ നേവ്സ് അല്ലായിരുന്നു ഗൈസ്, നെക്സ്റ്റ് ആയിരുന്നു. കയറി കിട്ടി. മോഡ്രിച്ച് നേരെ മുഹമ്മദ് സലയുടെ ക്രോസ്. ദേഷ്യം വരുവാണ് ഗൈസ്. സ്കിപ്പ് ചെയ്തിടാം. നമ്മുടെ ക്രോസാണ് കൊടുക്കാൻ ഗൈസ്. കൊടുത്തിട്ടുണ്ട്. കയറി മുഹമ്മദ് സല. വിനീഷ്യസ് കയറ്റ. അത്രേ ഉള്ളൂ ഗൈസ്. വിനീഷ്യസ് ഗോള് കയറ്റി. അത്രേ ഉള്ളൂ ഗൈസ്. എൻ്റെ മോനെ വിനീഷ്യസ് സീനാണ് ഗൈസ്. അത്രേ ഉള്ളൂ വിനീഷ്യസേ. മുഹമ്മദ് സല കയറ്റിയാണെങ്കിൽ അടിപൊളിയായിരുന്നു. പക്ഷെ അത് അവന്മാരവിടെ ഡിഫൻസ് ചെയ്തു. പക്ഷേ നമ്മളെന്തെങ്കിലും ഗോൾ കിട്ടിട്ടോ. വിനീഷ്യസ് ജൂനിയറിൻ്റെ ഗോൾ സെറ്റപ്പായിരുന്നു ഗൈസ്. ആ ഗോള് ഇതിപ്പോൾ സെക്കൻഡ് ഹാഫ് കഴിഞ്ഞപ്പോഴല്ല നമ്മൾ കൂടുതലും ഇടാം ഗൈസ്. 4 ഗോളായിട്ടുണ്ട് നമ്മൾ. ആർ യു ഷുവർ? അത്രേ ഉള്ളൂ ഗൈസ്. ആർ യു ഷുവർ? നീ ഇതാണോ സെറ്റപ്പ്? ആർ യു ഷുവർ? ഇപ്പം ശരിക്കും ആയി ഗൈസ്. ടോണി ആദംസ്, റൂബൻ നേവ്സ് ഉള്ളിലൊരു കയറി. ഇത് കയറും. ബിഗ് ചാൻസ്. അത്രേ ഉള്ളൂ മോനെ. കയറി മോനെ. ബാറ്റിസ്റ്റൂട്ടയുടെ 5ാമത്തെ ഗോള്. ബാറ്റിസ്റ്റൂട്ട ഇസ് എ കിങ്. അത്രേ ഉള്ളൂ മോനെ. നീ അത്രേ ഉള്ളൂ. അവന്മാരുടെ അണ്ണാക്കിൽ വീണ്ടും പൊതിഞ്ഞു ഗൈസ്. അത്രേ ഉള്ളൂ. അവന്മാരാദ്യം എന്താ കാണിച്ചതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. ആ ഗോളി മാറി ഗൈസ്. ഇത് എത്ര പ്രാവശ്യം പറയണേ ഗൈസ്, ഇനി പറയണ ഗൈസ്. അതെന്തിനാ ഗോളി മാറിയില്ലെങ്കിൽ ഗോളി കയറൂലായിരുന്നു. 5-0 പൊട്ടിക്കായിരുന്നു അല്ലേ എനിക്ക്. പക്ഷെ അത്ര ദേഷ്യമില്ലായിരുന്നു ആദ്യത്തെ ഈ കളി. അവന്മാർ ഫ്രീ പോസ്റ്റ് അടിച്ചപ്പോൾ എനിക്ക് ദേഷ്യം കൂടി. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഗോൾ അതുകൊണ്ട് കയറ്റിയത്. എടാ ഇനി ഗോൾ ഇടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുള്ള ഗൈസ്. കാരണം 83 നമുക്ക് നോക്കാം. കൊടു ഗബ്രിയൽ ബാറ്റിസ്റ്റൂട്ട. അവിടെ നിന്ന് കൊടുത്തായിരുന്നു. ബാറ്റിസ്റ്റൂട്ടയുടെ റിയൽ ഗോളായനെ. സെറ്റപ്പ് ഗോളായനെ. ബല്ലടി ടോണി ആദംസ് പന്ത് എന്നിട്ട് പോയി. ഓട്. ഇതെന്താ ഗായ്സ് ഇങ്ങനെ ചുമ്മാ. ഇവന്മാരാണെങ്കിൽ സമ്മതിക്കുള്ള കളിയായിരുന്നു ഗൈസ്. കളിയിച്ചു. കോർണർ നോക്കാം. അങ്ങനെ ഇട്ടൊക്കെ അടിയിലിട്ടൊക്കെ കയറൂലെന്നിപ്പോൾ എനിക്ക് ഉറപ്പാണ് ഗൈസ്. അങ്ങനെ കിട്ടാൻ അവന്മാർ എടുത്തുകൊണ്ട് പോകും. കിട്ടി. ടോണി ആദംസ് അങ്ങനെ കയറിയാണെങ്കിൽ നമുക്ക് അവസാനത്തെ സമയത്തെ ഗോള്. പക്ഷെ അതെന്തൊരു കളി ജയിച്ചിരിക്കുക. അപ്പോൾ അത് കയറിയില്ലെങ്കിലും കുഴപ്പമില്ല ഗൈസ്. ഇപ്പോൾ ഗോള് കയറി കളി ജയിച്ചു. ഇനിയും മുഹമ്മദ് സലയും കിടന്ന് കൂവാണ് ഗൈസ്. നോക്കാം.
ഗൈസ് ഫ്രീ ട്രെയിൻ ഉണ്ട് കേട്ടോ നമ്മുടെ 30ാമത്തെ ആനിവേഴ്സറിയുടെ. അവരെ ഫുള്ള് ഒരു പറ്റിക്കാണ്. 30 ആനിവേഴ്സറി അല്ല, പറഞ്ഞാൽ കുറച്ച് കൂടി പോകും. അങ്ങനത്തെ സാധനമാണ് തന്നേക്കണം അമ്മമാർ. എൻ്റെ പൊന്നാളി, അത് എത്ര കറക്കിയിട്ടും കിട്ടുള്ള എനിക്ക്. ഞാൻ കറക്കി നോക്കി, എൻ്റെ വീഡിയോ ഇടാൻ മറന്നു ഗൈസ്. കറക്കി ഞാൻ നോക്കിയതാ, കിട്ടൂലോ ഒരിക്കലും. അവര് പറ്റിക്കുമെന്ന് ഉറയിൻ്റെ അമ്മേ അറ്റ ഗൈസ്. എന്തായാലും നോക്കാം, കറക്കട്ടെ, വെയിറ്റ് ചെയ്യാം ഗൈസ്. ആ കറക്കിയിട്ടുണ്ട് ഗൈസ്. ആ മൂഞ്ചി 100%. ചിലമാർ പറയും ആദ്യത്തെ സ്പിന്നിൽ തന്നെ കിട്ടുമെന്ന്. എന്നെ ഇത് തോന്നുന്നത് ആദ്യത്തെ സ്പിന്നിൽ കിട്ടിയ നല്ല സാധനം. ഇതെല്ലാവരും കണ്ടത് നല്ല സാധനം, നല്ല സാധനം ഗൈസ്. എല്ലാവരും കണ്ടു നല്ല സാധനം ഇപ്പോൾ കിട്ടിയേക്കണം. റൊണാൾഡീനോനൊക്കെ ചുമ്മാ കിട്ടി. എന്താ ഗൈസ് ഈ പറയണം, ഫസ്റ്റത്തെ സ്പിന്നിൽ കിട്ടിയത് എൻ്റെ മായാവി അമ്മമാർ ദേഷ്യം വേണ്ട. ഫസ്റ്റത്തെ